കൂട്ടായ്മ എന്ന് നമ്മളെ ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുവാനായിട്ട് പ്രിയ കർത്തദാസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഹല്ലേലൂയ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരുക്കത്തിലാണല്ലോ നമ്മൾ. അതിനായിട്ടാണല്ലോ ഇപ്രകാരം നമ്മൾ ഈ വചന പഠന ശുശ്രൂഷകളിൽ കൂട്ടായ്മകളിൽ നാം കടന്നു വരുന്നത്. കർത്താവ് പറയുക, 99 പശ്ചാത്താപമില്ലാത്ത 99-നേക്കാളും പശ്ചാത്തപിക്കുന്ന ഒരാളെ തേടിപ്പോകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പശ്ചാത്താപം, മനസ്താപത്തോടെ താൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി 2 കരങ്ങളും വിടർത്തി ഹല്ലേലൂയ നമ്മളെ പുണർന്ന് ഹല്ലേലൂയ നമ്മളെ ചുംബിച്ച് നമ്മളെ തൻ്റെ അടുക്കിലേക്ക് ഭവനത്തിനകത്തേക്ക് കയറ്റുവാനായിട്ട് കടന്നു വരുന്ന ഒരു പിതാവിനെ പോലെ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പലരും നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ വന്നിട്ടില്ല. അതുകൊണ്ടൊന്നും അധൈര്യപ്പെടരുത്, ധൈര്യപ്പെട്ട് തന്നെ ഇരിക്കുക. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് ധ്യാനിച്ച് അവസാനിപ്പിച്ചത്. ഇന്നു മുതൽ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 7-ാം അധ്യായത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിന്ന് ചിന്തിക്കുന്നുള്ളൂ. കാരണം അതിന് ശേഷവും പിന്നീട് നമ്മൾ ഏകദേശം 1-2 ആഴ്ചകൾ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. അതിനുശേഷം ദൈവം അനുവദിച്ചാൽ നമുക്ക് തുടർന്ന് ആ 7-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. റോമാലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിലൂടെ പാപത്തെക്കുറിച്ച് ആണ് പഠിപ്പിക്കുന്നത്. പിന്നീട് തുടർന്ന് വരുന്ന 3, 4, 5 അധ്യായങ്ങളിൽ നീതീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് 6, 7, 8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധീകരണം. നമ്മൾ ആ ഇൻട്രൊഡക്ടറി ക്ലാസ്സുകൾ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ ഡിവിഷനൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. 6, 7, 8 അധ്യായങ്ങളിൽ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ ഏതാനും ആഴ്ചകൾ നിന്നിരുന്നു. 6-ാം അധ്യായത്തിൽ എങ്ങനെയാ നാം നമ്മുടെ ജഡത്തെ അതിജീവിച്ച് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ചിന്തിച്ചത്. ജഡത്തെ ജയിച്ച്, ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ജയിച്ച് എങ്ങനെയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന അവിടെ ആ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് നാം കാണുന്നത്. ഈ 6-ൻ്റെയും 8-ൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളെ വാൺ ചെയ്യുക, നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ്? എങ്ങനെയാ അല്ലെങ്കിൽ എന്തുകൊണ്ടാ നമുക്ക് ലഭിച്ച ഈ വിശുദ്ധീകരണം നിർവീര്യമായി പോകുന്നത്? ഹൗ ഡസ് സാങ്ക്ടിഫിക്കേഷൻ ബിക്കം പവർലെസ്? ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ട ഒരു ഫലമാണെന്ന്
ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഈ ഫലം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ബ്രദറെ, ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ജീവിതത്തിൽ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഫലമുണ്ടാകുന്നില്ല. ഞാൻ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന ഫലത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഇന്ന് കാണുന്ന ഫലം എന്താ? സാമ്പത്തികമായ മുന്നേറ്റം, സൗകര്യങ്ങൾ ഉണ്ടാകുന്നതും ആ നിലയിലുള്ള ഫലങ്ങൾ, അത് വെച്ചാണ് അളക്കുന്നത്. പക്ഷെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധി എന്ന ഫലം. നമ്മളിപ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ സംസാരിച്ചല്ലോ, നിർമ്മലമായ ഹൃദയം. ആരാ വിശുദ്ധ ആ പർവ്വതത്തിൽ കയറുന്നത്? നിർമ്മല ഹൃദയമുള്ളവൻ, വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ, വേർപാടോടെ ജീവിക്കുന്നവൻ. അതാണ് ഫലം. ഞാൻ എന്തോരം പറഞ്ഞിരുന്നു, അതിൻ്റെ അന്തം നിത്യജീവൻ. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഫ്രൂട്ട്. ഈ 7-ാം അധ്യായം നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ 25 വാക്യങ്ങളുള്ള ഈ അധ്യായം പലർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരധ്യായമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കീറാമുട്ടിയായിട്ട് പലപ്പോഴും വിശ്വാസികൾക്ക് തോന്നാറുണ്ട്. കാരണം പല പട്ടിപ്പീരുകളുണ്ട്. ഇത് അപ്പസ്തോലനായ വിശുദ്ധ പോളിൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ അപ്പസ്തോലൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ആരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ 7-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ വിശുദ്ധ പോൾ രക്ഷിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അനുഭവത്തെയാണ് വിവരിക്കുന്നത് ആ 25 വാക്യങ്ങളിലൂടെ. കാരണം വീണ്ടും ജനനത്തിൽ നമ്മിൽ ഏദനിൽ നഷ്ടപ്പെട്ട ഒരു ജീവൻ തിരികെ കിട്ടുക ചെയ്യുന്നത്. ഒരു പുതിയ ആത്മാവിൻ്റെ ഒരു ജനനം. അതാ വീണ്ടും ജനനത്തിൽ ഒരു പുതുജീവൻ നമ്മിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയരെ, ഈ പുതുജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ പഴയ മനുഷ്യനെ അവിടെ നിന്ന് പൂർണ്ണമായി പറിച്ചു മാറ്റിയിട്ടല്ല പുതുജീവൻ വരുന്നത്. പഴയ മനുഷ്യൻ അപ്പോഴും എന്തുണ്ട്? അവിടെ തന്നെയുണ്ട്. ആ രണ്ടും നമ്മളിലുണ്ട്. അപ്പോൾ ഈ പഴയ മനുഷ്യനാകുന്ന ജഡത്തെ എങ്ങനെ നമുക്ക് ജയത്തോടെ ജയിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും? ഇവിടെയാ എല്ലാവർക്കും പ്രശ്നം. ഇവിടെയാ നമ്മൾ തോറ്റുപോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, നേരത്തെ കേട്ടല്ലോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാകുന്നു. ഇനി മേൽ പാപം നമ്മുടെ ഉള്ളിൽ വാഴരുത്. ഹല്ലേലൂയ. കാരണം ഈ പുതുജീവൻ നമ്മളിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലൻ ലേഖനങ്ങളിലൂടെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുക, പാപത്തിനി ദാസന്മാരാകരുത്, കൃപയ്ക്കല്ലോ നിങ്ങൾ ദാസന്മാർ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 6-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആഴ്ചകൾ നമ്മൾ 6-ാം അധ്യായത്തിൽ നിന്ന്, കാരണം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അവിടെ നമ്മൾ ആ അധ്യായം ചിന്തിച്ചപ്പോൾ ഞാൻ 3 വാക്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുക. അറിയുക, എണ്ണുക, സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിൻ്റെ കാൽവരി മരണത്തിലൂടെ അല്ലെങ്കിൽ രക്ഷ നമുക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം അറിയണം. അത് വിശ്വാസത്തോടെ നാം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ എണ്ണണം. അതിന് നമ്മെ സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കണം? നമ്മുടെ ശരീരങ്ങളെ
നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. ഈ ഒരു പ്രക്രിയ നമ്മൾ ദിനം തോറും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പുരോഗമിച്ചു പോകുമ്പോൾ, വിശ്വാസികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് 7-ാം അധ്യായം വിവരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. നമുക്കൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. നിയമത്താൽ അധിഷ്ഠിതമായിട്ട് നിയമത്തിന് കീഴടങ്ങിയുള്ള നിലയിലുള്ള ഒരു ജീവിതമല്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, എൻ്റെ പ്രിയരെ, എളുപ്പം നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ചെയ്യുക, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ബ്രദറെ, എനിക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റിങ് തരാമോ? ചെയ്യേണ്ടാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് വേണ്ട. അങ്ങനെ ഒരു ജീവിതത്തിലുണ്ടല്ലോ പ്രിയരെ, അതല്ല ഒരു റെസ്പോൺസിബിൾ ലൈഫ്. നമ്മളും രക്ഷിക്കപ്പെട്ട് വേർപെട്ട ദൈവമക്കളായ നമ്മളും ക്രിസ്ത്യാനി എന്ന നാമധേയത്തിൽ മാത്രം ജീവിക്കുന്ന മറ്റ് സമൂഹങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ്, നമ്മളൊരു റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്, നയിക്കുന്നവരാണ്. നമ്മളൊരു നിയമത്തിൻ്റെ കീഴിൽ ആ നിയമം പറയുന്ന അനുസരിച്ച് അത് ചെയ്ത് പോകുന്നവരല്ല ഒരു റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് അറിയാം, നമ്മളോട് പലപ്പോഴും പലരും ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമോ? അല്ലേ? നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ചർച്ചുകളിലും പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡൂസ് ആൻഡ് ഡോൺസ്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമോ? രക്ഷിക്കപ്പെട്ടു പോയതുകൊണ്ട് തുടർന്ന് ഇനിയൊരു നിയമ അനുസൃത ജീവിതം, ന്യായപ്രമാണമായ അനുസൃതമായിട്ടുള്ള ജീവിതം. ന്യായപ്രമാണം എന്ന് ഞാൻ പറയുമ്പോൾ പ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ നിയമം അനുസരിച്ചുള്ളൊരു ജീവിതം. ഇതിനെയാ ലീഗലിസം എന്ന് പറയുന്നത്. നിങ്ങളത് ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ തെറ്റായി ധരിക്കപ്പെടും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഞാനതുകൊണ്ടാണ് വളരെ ഓരോന്ന് സ്ഫുടമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നിയമ അനുസൃത ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യനെ പിറകോട്ട് മടക്കി പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ആദമിൽ ചെന്ന് നിൽക്കും. നിയമത്തെ പിറകോട്ട് മടക്കി ചെന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ വന്ന് നിൽക്കും. അപ്പം നിയമം എന്ന് പറയുന്നത് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണ ഒരു മനുഷ്യനൊരു ചിന്തയുണ്ട്, നിയമങ്ങൾ നമ്മെ നന്നാക്കും. നിയമങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ ശരിയാക്കാം, നമ്മെ പുരോഗതി അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകാം, നമ്മളെ നന്നാക്കി കൊണ്ടുപോകാം എന്നുള്ളത്. അതുകൊണ്ടാണ് പലർക്കും ഈ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്, ബ്രദറെ എനിക്ക് അങ്ങനെ ചെയ്യാമോ? അത് ശരിയാണോ? എനിക്ക് പാട്ട് കേൾക്കാവോ? എനിക്ക് കളറൊക്കെ ഉള്ള ഡ്രസ്സ് ഇടാവോ? എനിക്ക് അവിടെ പോകാവോ? എനിക്ക് സിനിമ കാണാവോ? TV കാണാവോ? ഒച്ച ചിരിക്കാവോ? അല്ലെങ്കിൽ അതിടാവോ ഇതിടാവോ? ഇങ്ങനെയുള്ള ഡൗട്ട്സ് നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പം ഞാനൊരിക്കലും ഒരു ദേവാസനെ ചോദിച്ചു, ദേവാസനെ ഇങ്ങനെ. അപ്പോൾ ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പലരും ചോദിച്ചു വരും. അപ്പം ഞാൻ അവരോട് പറയാറുള്ളത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംശയമുള്ളത് കൊണ്ട് അതിപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കാത്തതെല്ലാം പാപം. സംശയം മാറി. ക്രിസ്മസ് ഒക്കെ ആയിക്കഴിയുമ്പോൾ നക്ഷത്രം ഇടാവോ? ക്രിസ്മസ് ട്രീ വെക്കാവോ? ഡൗട്ട്സ് ആണ്. അതിനെക്കുറിച്ചൊരു സംശയമുണ്ടോ? എങ്കിൽ അതിപ്പോൾ ചെയ്യണ്ട. ഹല്ലേലൂയ. നമുക്കെല്ലാം ഉള്ളൊരു മിഥ്യാധാരണയാണ് എൻ്റെ പ്രിയരെ, നിയമം അനുസരിച്ചങ്ങ് ജീവിച്ചാൽ
ദൈവത്തെ പ്രസാദിപ്പിച്ച് ആത്മീയമായിട്ട് വളർന്ന് പോകാം. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ചിൻ്റെ അടുത്ത് തീരുമാനം, ഒരു പ്രസ്ഥാനത്തിൻ്റെയും കീഴിലില്ല. ഒരേ ഒരു പ്രസ്ഥാനം, ഒരു പ്രസ്ഥാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ആത്മീയമായിട്ട് ഫലം നമ്മളിൽ കൊണ്ടുവരുന്നില്ല. എന്തു ഫലം? വിശുദ്ധീകരണം എന്ന ഫലം. ഹല്ലേലൂയ. നിയമവാദികൾ ചിന്തിക്കുന്നതെന്നാന്നറിയോ? അവർക്ക് ഇത് ചെയ്ത് അതിങ്ങനെ അനുഷ്ഠിച്ചാൽ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഞാൻ അതിനൊരു നല്ല ഉദാഹരണം പറയാം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം എടുത്താൽ 6-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കാം. യേശു 28-29 വായിച്ചേ. അവനോട് ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവർ കർത്താവിനോട് ചോദിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ, പ്ലൂറൽ, പിന്നെ സിംഗുലർ അല്ല, പ്ലൂറലായിട്ട് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? അതിന് കർത്താവ് എന്താ മറുപടി പറയുന്നത്? യേശു അവരോട് ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുണ്ട്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാ കർത്താവിനോട് ചോദിക്കുന്നത്. വാട്ട് ഷുഡ് വി ഡു? അതിന് കർത്താവ് അവരുടെ ചോദ്യം പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? പ്ലൂറൽ ചോദ്യമാണ്. അതൊരു ബഹുവചനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവർത്തികൾ, ഞങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യണം. അപ്പം അതിന് ഉത്തരം കർത്താവ് പറയുന്നത് സിംഗുലറാണ്, ഏകവചനത്തിൽ. അതിന് ഉത്തരം എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് 29-ാം വാക്യത്തിൽ, യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. എന്താ ആ പ്രവൃത്തി? അവനെ അയച്ചവനിൽ വിശ്വസിക്കുക. എൻ്റെ പ്രിയരെ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ പറ്റൂ. അവനെ അയച്ചവനിൽ വിശ്വസിക്കുക, രക്ഷയ്ക്കായി വിശ്വസിക്കുക. പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ലീഗലിസം won't please God. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്നെ അടുക്ക തന്നെ ചോദിക്കുക, കർത്താവ് തന്നെ ഉത്തരം പറയുക. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹ പ്രമാണിയോടും അത് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലേ? ഞാൻ എന്ത് ചെയ്യണം എന്നാ കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലനോട് ചോദിക്കുന്നത്. നീ ഒന്നും ചെയ്യണ്ട, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്നാലും ബ്രദറെ, അത് മതിയോ? ഇപ്പം ഞാനിത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഇല്ലേ, എന്നാലും അത് മതിയോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? അതിനുത്തരം ഈ 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും പ്രിയരെ. എന്താ ഇതിനകത്ത് എന്താ ആ ഒരു സംശയം. ഞാനിത് ഇത്രയും കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചിട്ടും സ്റ്റിൽ നമ്മുടെ ഉള്ളങ്ങളിൽ, കാരണം നമ്മൾ അങ്ങനെയാണ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ശീലിച്ചു വന്നിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്നാ, ചെറുപ്പത്തിൽ കുട്ടികളോട് മാതാപിതാക്കളോട് തന്നെ തെറ്റ് ചെയ്ത യേശു അപ്പച്ചൻ അടിക്കും. വടിയായിട്ട് നിൽക്കുന്നൊരു യേശു അപ്പച്ചനെ, വടിയായിട്ട് നിൽക്കുന്ന യേശു അപ്പച്ചൻ നമ്മൾ സുവിശേഷങ്ങളിൽ എങ്ങും കാണുന്നില്ല, അല്ലേ? ചർച്ചിലേക്ക് എന്നാൽ വാസ്റ്റർമാരോ അടി കിട്ടും, തലമുറയെ പിടിക്കും, ICUവിൽ കയറും,
വണ്ടി ഇടിക്കും. എന്തൊക്കെയാ പറഞ്ഞു പേടിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു ഭയത്തിൽ, നിയമത്തിൻ്റെ കീഴിൽ നിയമം അനുസരിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഇവിടെ ഫലം ഉണ്ടാവത്തില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? ഞാൻ മുടങ്ങാതെ ചർച്ചയിൽ പോകുന്നത് ഫലം. ഹല്ലേലൂയ. എനിക്ക് ശരിക്കും കൈയടിച്ച് ആരാധിക്കാൻ പറ്റുന്നുണ്ട്, അത് ഫലം. എൻ്റെ പ്രിയരെ, ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ സഹോദരി ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാനൊന്ന് അന്യഭാഷ സംസാരിച്ചിട്ട് ആരാധിച്ചിട്ട്, ഞാൻ പറഞ്ഞ് ഒന്നും ഒരു പ്രശ്നമില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവത്തിനറിയാം. ദൈവം നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് ഞാൻ കാര്യം അന്നേരം അവളോട് ഇങ്ങനെ പറയണ്ടായി, നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സമർപ്പിച്ച് ദൈവത്തിന് ഫലം കായ്ക്കുമാറ് നമ്മൾ സാധിക്കുന്നുണ്ടോ? അതിലാ ദൈവം പ്രീതിക്കുന്നത്, അതിലാ ദൈവം പ്രീതിപ്പെടുന്നത്. നമ്മുടെയൊക്കെ റോങ് തിങ്കിങ് അല്ല എങ്കിൽ എൻ്റെ പ്രിയരെ. കാരണം ഇതല്പം ബുദ്ധിമുട്ടാണ്, മറ്റത് വളരെ ഈസിയാണ്, വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 7-ാം അധ്യായത്തിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളുണ്ട്. 25 വാക്യങ്ങളിൽ 23 പ്രാവശ്യം ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമം എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 38 തവണ സെൽഫ് അല്ലെങ്കിൽ ഞാൻ എന്ന വാക്കും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഞാനും പ്രമാണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനും പ്രമാണം. 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞില്ല, എന്താ പറയുന്നത്? വിക്ടറി ഫ്രം ഫ്ലഷ്, ജഡത്തെ ജയിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഫ്രീഡം ഫ്രം ലോ, പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഞാൻ ഇത് പറയുമ്പോൾ ഇനി മുൻപോട്ട് പ്രമാണമൊന്നുമില്ലാതെ തോന്നിയ വഴിക്ക് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നെ. ഹല്ലേലൂയ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങിയപ്പോൾ ഇത് വെറും ചടങ്ങായി പോകരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് റെഗുലറായിട്ടുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ഒരു ടൈം ടേബിളിനകത്ത് വന്നിരിക്കുന്നു, ഇന്ന ദിവസം പോകണം, അതുകൊണ്ട് പോകുന്നു. അവിടെ എന്തില്ല? അവിടെ ബന്ധമില്ല. ഒരു റിലേഷൻഷിപ്പിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിയമമുള്ളത് കൊണ്ടല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ബന്ധമുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, സ്നേഹമുള്ളതുകൊണ്ട്. ആ പ്രമാണം അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് ഈ പ്രമാണം അക്ഷരത്തിൽ അല്ലെങ്കിൽ കല്ലുകൾ എഴുതിയെങ്കിൽ ഇന്ന് ഈ പ്രമാണം എവിടെ എഴുതിയിട്ടുണ്ട്? ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്നാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ പ്രമാണമില്ല, ഇനിയിപ്പം അങ്ങനെ പഠിപ്പിച്ചൊന്നും ചിന്തിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ 6-ല് അപ്പോസ്തലൻ പറയുക വിക്ടറി ഫ്രം ഫ്ലഷ്, ജഡത്തെ ജയിച്ചുള്ള ജീവിതമെങ്കിൽ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുള്ളൊരു ജീവിതം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ഈ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചുപോയ ഗലാത്യ സഭയെ നോക്കിയിട്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിട്ടും നിങ്ങൾ എങ്ങനെ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയി? ഹല്ലേലൂയ. നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? നിങ്ങളെ എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്? പിന്നെ എന്താ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്? ഹല്ലേലൂയ. അതിനെ ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ, ന്യായപ്രമാണം അല്ലെങ്കിൽ ലോ, നിയമത്താൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം, അതിനെ ഞാൻ സിമ്പിളായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എൻ്റെ പ്രിയരെ? എൻ്റെ പരിശ്രമത്താൽ
ഞാൻ ദൈവിക പ്രമാണങ്ങൾ പാലിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കും എന്ന മിഥ്യാധാരണ. ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ പരിശ്രമത്താൽ ഞാൻ ദൈവിക പ്രമാണങ്ങൾ പാലിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമെന്ന മിഥ്യാധാരണ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എൻ്റെ പരിശ്രമത്താൽ ദൈവം വെച്ച നിയമങ്ങളെ പാലിച്ച്, ഇതാണല്ലോ ഇസ്രായേൽ പറഞ്ഞത്, താ ഞങ്ങൾ പാലിക്കാം അല്ലേ, എഴുതി താ ഞങ്ങൾ പാലിക്കാം, എന്നാ പിടിച്ചോ പാലിക്ക്. ഒരു തോറ്റു തുന്നം പാടി. ഇതുപോലെ തന്നെയായപ്പോഴും എൻ്റെ പരിശ്രമത്താൽ ഞാൻ ദൈവിക പ്രമാണങ്ങളെ പാലിച്ച് എൻ്റെ സ്വയപരിശ്രമത്താൽ വിശുദ്ധിയോടെ നിന്റെ മുന്നിൽ മലയിൽ കയറില്ലേ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, കർത്താവിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തനായിക്കോളാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, ഞാൻ ചിന്തിക്കായിരുന്നു, അങ്ങനെ നമ്മളുടെ ഉള്ളങ്ങളിൽ ചിന്തയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് വന്നത് ഈ ഭൂമിയിലേക്ക്? വൈ ജീസസ് കെയിം? വൈ ഓൾ ദിസ് ക്രൂസിഫിക്ഷൻ? ഹല്ലേലൂയ. പിന്നെ എന്തിനാ നമ്മൾ സ്നാനമായിട്ടത്? നമ്മൾ സ്നാനം എന്തിനായിട്ടത്? സ്നാനമാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ തന്നെ ചെയ്ത്, ഞാൻ തന്നെ പ്രവർത്തിച്ച്, എൻ്റെ വിശുദ്ധി ഞാൻ തന്നെ സൂക്ഷിച്ച്, ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളെ ഞാൻ പാലിച്ച്, ഞാൻ വിശുദ്ധിയോടെ എന്നെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങേ നിത്യതയിൽ എത്താമെന്ന് എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കർത്താവ് വരണ്ടായിരുന്നു. ഞാനതിനെ സ്നാനമൊക്കെ വെറും സ്നാനമായിട്ട് എന്തിനാ? അവനോട് പൊരുത്തപ്പെടുവാൻ, അവനോട് ചേരുവാൻ, അതിനായിട്ടല്ലേ നമ്മൾ സ്നാനമേറ്റത്. എന്നിട്ട് സ്നാനമേറ്റ് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ശ്രമിച്ചു ജീവിക്കുന്നു. ഇതാ രണ്ടുകൂടെ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രണ്ടുകൂടെ പൊരുത്തപ്പെട്ടു പോകത്തില്ല. അങ്ങനെയല്ല. അവ വീണ്ടും നിങ്ങളുടെ ഉള്ളങ്ങളിൽ ചോദ്യം. കുറച്ചു മുമ്പ് ബ്രദറല്ലേ പറഞ്ഞത്, 6-ാം അധ്യായത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, അറിയണം, എണ്ണണം, സമർപ്പിക്കണം. അത് ദിനംതോറും ചെയ്യണം. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ബ്രദർ ഇങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അറിയുന്നതും എണ്ണുന്നതും സമർപ്പിക്കുന്നതും ഞാനല്ല ചെയ്യുന്നത്. എൻ്റെ ഉള്ളങ്ങളിൽ ദൈവം വച്ചു പിടിപ്പിച്ചിട്ടുള്ളത്, എൻ്റെ ഉള്ളങ്ങളിലേക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ല. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനം 2:16 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായ വാക്യം ഒന്ന് വായിച്ചാലോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതിൻ്റെ 13-ാം വാക്യങ്ങളെ. പൗലോസ് പറയുക, നിങ്ങളല്ല, ദൈവത്തിന് തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നതാ. ഇച്ഛിച്ചെങ്കിൽ അത് ദൈവത്തിന് ഹിതമുണ്ടായിട്ടാ. നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ അത് ദൈവത്തിന് ഹിതമുണ്ടായിട്ടാ. എൻ്റെ പ്രിയരെ, നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയിൽ വളർന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിത്യതയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദൈവമാണ്. രക്ഷിക്കപ്പെട്ട എൻ്റെ രക്ഷ നശിപ്പിച്ച് ഞാൻ അശുദ്ധിയോടെ ജീവിച്ച് നിത്യനരകത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ കാരണക്കാരൻ ഞാനാ. നമ്മൾ നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദൈവമാണ്. ഹല്ലേലൂയ. കാരണം അത് തുടങ്ങിയതും അത് നടത്തുന്നതും അത് അവസാനിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു. ഹല്ലേലൂയ. ഞാനല്ല, പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഉള്ളങ്ങളിൽ ദൈവം തന്നിട്ട് വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മ. അപ്പൊ ബ്രദറെ, എനിക്കൊന്നും ചെയ്യാനില്ലേ?
നമുക്ക് ചെയ്യാനുള്ള എന്നാണെന്നറിയോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിസിക്കൽ ഫാക്കൽറ്റീസ് ഉപയോഗിച്ച് ദൈവത്തോട് സഹകരിക്കുക. മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് സഹകരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഫലം ഉണ്ടാകത്തില്ല. സഹകരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഫലം ഉണ്ടായിട്ടില്ല. കാരണം ഫലം നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഇച്ഛയാൽ, ദൈവത്തിൻ്റെ ഹിതത്താൽ നമ്മിൽ ഉണ്ടായി വരുന്നതാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രവർത്തിച്ച് വിശുദ്ധി പ്രാപിക്കാമെന്ന് ചിന്തിക്കരുതേ. പ്രവർത്തിച്ചല്ല വിശുദ്ധി പ്രാപിക്കുന്നത്. നമുക്ക് മുൻപോട്ട് വരുന്ന പറയുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ആ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് വരാതെ വന്ന ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്പാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവരായിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നാം കാണുന്ന ഒരു വാക്കാണ് ഫലം. 6:21 നിങ്ങൾക്ക് അന്ന് എന്തു ഫലം ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്? അത് മരണമല്ലോ, ലജ്ജയല്ലായിരുന്നോ? പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലമോ വിശുദ്ധീകരണം. ഈ 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വന്ന് എവിടെയും പറയുന്നു, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്. രണ്ട് സ്ഥലത്തും ഫലം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഫലം എന്ന് വിശുദ്ധീകരണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാ ഈ ഫലം പ്രവർത്തിയാൽ ഉണ്ടാവത്തില്ലെന്നാ പറയുന്നത്. ഈ ഫലം ഒരു നിയമത്തിന്റെ കീഴിൽ നിയമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് വെറുതെ ഒരു ചടങ്ങ് ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത്. അതിനപ്പുറം ഒരു ലോജിക്കൽ, ഞാൻ എൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റോമാലേഖനം 3:21 എടുത്തേ. 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം അതൊന്ന് വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവിടെ നീതീകരണം എങ്ങനെ വന്നെന്നാ, അല്ലെങ്കിൽ രക്ഷ എങ്ങനെയാ നമ്മൾ പ്രാപിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വാസത്താൽ ന്യായപ്രമാണം കൂടാതെ. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ രക്ഷിക്കപ്പെട്ടത് പ്രമാണത്താലല്ല, ന്യായപ്രമാണം കൂടാതെയാ, വിശ്വാസത്താലാ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നത്. എൻ്റെ രക്ഷ വിശ്വാസത്താൽ. അപ്പോൾ തുടർന്ന് അപ്പോസ്തലൻ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണെങ്കിൽ why do you change the pattern? രക്ഷിക്കപ്പെട്ടതിന് ശേഷം തുടർന്ന് നമ്മുടെ വിശുദ്ധീകരണം എന്ന ആ ജീവിതം അതെങ്ങനെയാ ന്യായപ്രമാണത്താലാവുന്നത്? രക്ഷ വിശ്വാസത്താലാണ് എങ്കിൽ വിശുദ്ധീകരണവും വിത്തൗട്ട് ലോ. രക്ഷ വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താലാണ് എങ്കിൽ വിശുദ്ധീകരണവും എൻ്റെ പ്രിയരെ കൃപയാൽ വിശ്വാസത്താലാ. അതും കൃപയാ. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റാതെ മരിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം തൻ്റെ കൃപയുടെ കരങ്ങൾ എന്നിലേക്ക് നീട്ടി എന്നെ പൊക്കിയെടുത്ത് ജീവനുള്ളവനാക്കി ദൈവത്തിൻ്റെ ആത്മാവ് നിന്ന് കൃപയാൽ എന്നെ ജീവിച്ചെങ്കിൽ
അതിനുശേഷം പറയാം, നോ, ഇനി എനിക്ക് കൃപയൊന്നും വേണ്ട, ഇനി ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം. അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഇവിടെ നമുക്ക് പല വിശ്വാസികൾക്കും അത് അതിൻ്റെ പ്രധാന കാരണം ആ നിലയിലാണ് ഇന്നത്തെ പഠിപ്പീരുകൾ. ഹല്ലേലൂയ. ചർച്ചുകൾക്കും ചില നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ വേർപെട്ട സഭകൾക്കും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലാതെ അങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ തലമുറകൾക്ക് കൊടുക്കുന്നൊരു ഒരു പാഠം എന്നാണെന്നറിയോ? അവനെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവനായിട്ടല്ല. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്വമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ വന്ന ആ വഴികളെക്കുറിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം അടുപ്പിച്ചു തന്ന കർത്തൃഭൃത്യന്മാർ, അവരുടെ ആ ഗൈഡൻസ് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ളൊരു കൃപ ലഭിച്ചു. ദൈവവചന അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മൾ ആരുടെയും ഒരു വ്യക്തിയിലേക്ക്, ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, ഞങ്ങൾ അടുത്തറിഞ്ഞിട്ടുള്ള ദൈവദാസന്മാരും അല്ലെ ഞങ്ങളെ വചനം പഠിപ്പിച്ചവരാരും ഒരു നിയമത്തിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഞങ്ങളെ അടുപ്പിച്ചില്ല. ഞങ്ങളെ അടുപ്പിച്ചത് ദൈവവചനത്തിലേക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ്. ഞാനതാ തുടങ്ങിയപ്പോൾ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഡോണ്ട് വറി. നമ്മുടെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ, ഒരു ബിഗ് ചർച്ച്, ഒരു ബിഗ് ക്രൗഡ് ഇല്ലെങ്കിൽ അവിടെയൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. അവിടുത്തെ ആ ഹല്ലേലൂയ കേട്ടെങ്കിൽ ആ സ്തുതികൾ പൊങ്ങിയെങ്കിൽ മാത്രമേ ദൈവ സ്വർഗത്തിൽ എത്തുള്ളൂ. ദൈവം അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞത് 99 പശ്ചാത്താപമില്ലാത്ത വ്യക്തികളെക്കാളും പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയതോടി ദൈവം പോകും. ഹല്ലേലൂയ. ആ നിലയിലേക്ക് നമുക്കൊരു ആ ബോധ്യമുള്ളവരാ, ദൈവത്തിൻ്റെ സ്നേഹത്തിനെ കുറിച്ചുള്ള ബോധ്യമുള്ളവരാ. അവർക്ക് അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. വചനത്തിൻ്റെ ബോധ്യമുള്ളവരാ. അതുകൊണ്ടാണ് വചനം പറയുന്നില്ലേ, നിങ്ങൾ വചനങ്ങൾ അറിയായികയാൽ നശിച്ചു പോകുന്നു. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, തിരുവെഴുത്തുകളെ അറിയായികയാൽ. ഹല്ലേലൂയ. അപ്പോൾ 3:21 വായിച്ചു, രക്ഷവിശ്വാസത്താൽ ആണെങ്കിൽ ഇനി നടക്കുന്ന വിശുദ്ധീകരണവും വിശുദ്ധ ജീവിതവും വിശുദ്ധീകരണം എന്ന ഫലവും പ്രിയരെ കൃപയാൽ വിശ്വാസത്താലാ. എൻ്റെ പ്രിയരെ, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല കേട്ടോ. നമുക്കെന്താ പറ്റുന്ന കുഴപ്പമെന്ന് ഞാനൊന്ന് വിശദീകരിച്ച് അതൊന്ന് പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ വചനം വായിക്കാൻ തുടങ്ങി, അല്ലേ? നമ്മൾ വചനം വായിക്കാൻ തുടങ്ങി. നമുക്ക് രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം വന്നു. പാപം എന്താണെന്ന് മനസ്സിലായി, പാപി ആരാന്ന് മനസ്സിലായി, ഞാൻ ആരാന്ന് മനസ്സിലായി, ചർച്ചിലിരിക്കുന്ന മറ്റുള്ളവരെന്താന്ന് മനസ്സിലായി, പ്രസംഗിക്കുന്ന ദൈവദാസൻ ആരാന്ന് മനസ്സിലായി, ആരാ നിത്യതയിൽ ചേരുന്നതെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ മനസ്സിലായി. കാരണം വ്യക്തത കൂടി ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി. എനിക്ക് ആ അവബോധം, നമ്മളിലുള്ള ആ വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം നമ്മൾ കണ്ടമാനം വന്നു. ഈ വ്യക്തത കൂടിയപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സേഫ് സോണിലേക്ക് മാറിയ. എന്താ സേഫ് സോൺ? എന്താ ശരി എന്താ തെറ്റെന്നൊക്കെ മനസ്സിലായില്ലേ? ഇല്ലേ? എന്താ പാപം എന്ത് ശരി എന്ന് മനസ്സിലായില്ലേ? എന്താ വചനം പറയുന്നത് മനസ്സിലായില്ലേ? അപ്പം നമ്മളെടുക്കുന്ന സേഫ് സോൺ ഏതാ? അപ്പം നമ്മൾ അത് വെച്ച് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി. എനിക്ക് മനസ്സിലായി എന്താ പാപം, എന്താ ശരി, എന്താ നന്മ, എന്താ തെറ്റ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം വ്യക്തത കൂടി. അപ്പം ഞാൻ തന്നെ കുറേ ലിസ്റ്റ് ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി.
ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതങ്ങ് ഫോളോ ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം. പണ്ട് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. സതി നിർത്തലാക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ട് ഇതൊന്നും മാറ്റിയിട്ടില്ല. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഞാൻ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് കേരള മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി ചാരായം നിർത്തലാക്കി. അതുകൊണ്ട് ഇപ്പോൾ ആരും ചാരായം കുടിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ആരും മദ്യം കഴിക്കുന്നില്ല. നിയമം കൊണ്ട് എൻ്റെ പ്രിയരെ ഒരു മനുഷ്യനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മളിന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ബോധ്യത്തോടെ വേണം പോകാനായിട്ട്. എൻ്റെ പ്രിയരെ, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എനിക്കുണ്ടാകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ബൈജു ബ്രദർ പറഞ്ഞാലും ലിനു ബ്രദർ പറഞ്ഞാലും ജെയിംസ് അങ്കിൾ പറഞ്ഞാലും എനിക്കറിയാം കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ പറയുന്നത് കപട ബന്ധത്തെക്കുറിച്ചല്ല, ഒരു ട്രൂ റിലേഷൻഷിപ്പ് ഉണ്ട്. ട്രൂ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ എൻ്റെ ഉള്ളങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത് എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിൽ സംസാരിക്കും. നമുക്കറിയാം എന്താണെന്നുള്ളത് ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ധൈര്യം നമ്മളിലുണ്ടാവണം. കർത്താവ് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ പങ്കാളിയോട് അവളുടെ സംസാരത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവൾക്ക് ആ ഒരു ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് പല തീരുമാനങ്ങളും നമുക്കിങ്ങനെ നിന്നാൽ മതി, അവരങ്ങനെ ആയിക്കോട്ടെ, നമുക്കിങ്ങനെ നിന്നാൽ മതി. ട്രൂ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയത്തില്ലേ, ഒഴുക്കിനൊത്ത് നീന്തി പോവുക. ഹല്ലേലൂയ. അപ്പോൾ ഈ അങ്ങനെ അത് നടക്കത്തില്ല എന്നറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് അത് മാറ്റിയിട്ട് ഇപ്പം എന്നാ ചെയ്യുന്നത്, ഇപ്പം ബോധവൽക്കരണം കൊണ്ടുവന്നല്ലേ, ബോധവൽക്കരണം. കാരണം ഞാനും അതാണ് ചെയ്യുന്നത്, ബോധവൽക്കരിച്ചെങ്കിലേ ശരിയാവുകയുള്ളൂ. സെക്യുലർ വേൾഡിലും അങ്ങനെയാണ്, ബോധവൽക്കരണം. ഇപ്പം നമ്മൾ ഈ ടീനേജേഴ്സിൻ്റെ നമ്മുടെ മക്കളൊക്കെ ടീനേജർ ആയി കഴിയുമ്പോൾ ഒരു സ്ട്രഗിൾ പീരീഡാണ്. കാരണം അവരുടെ ഒരു ചിന്താഗതി പൊട്ടിക്കുവിൻ ചങ്ങലകളെ മുറിച്ചെറിയു, ഇതാണ് അവരുടെ ചിന്താഗതി അല്ലേ. നമ്മൾ അതിനകത്ത് ഒരു കൂട്ടം കുട്ടികൾ ചങ്ങലയെല്ലാം പൊട്ടിച്ച് നിയമങ്ങളെല്ലാം പൊട്ടിച്ച് തോന്നി വഴിക്ക് പോകും. വേറൊരു കൂട്ടം കുട്ടികൾ ഈ നിയമത്തിന് കീഴ്പ്പെട്ട് നിയമത്തിന് അധിഷ്ഠിതമാണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് കണ്ടിട്ടില്ലേ കുട്ടികളെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ ആത്മീയത എന്ന് പറയുന്നത് ചില അരുതുകളുടെയും ചില ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെയും ഒരു പട്ടികയല്ല. ആത്മീയത എന്ന് പറയുന്നത് ഒരു അനുകരണമോ ഒരാചാരമോ ഒരനുഷ്ഠാനമോ അല്ല. നമ്മളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ പ്രിയരെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഈ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വളരെ സിമ്പിൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ പറയുകയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയും വേർപാടോടെയും ജീവിക്കുക എന്നതാണ്. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് എന്നെ കാണാൻ, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരാനായിട്ട് ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മൾ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ എൻ്റെ പ്രിയരെ, ഫലം കായ്ക്കുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഒരു ദിവസം ചർച്ച ചെന്നപ്പോൾ സ്തോത്രം കുറഞ്ഞുപോയി. എനിക്കന്ന് ഞാൻ അല്പം മൂഡൗട്ടിലായിരുന്നു. ഡോണ്ട് വറി. ഇവിടെയാ ഈ ലീഗലിസ്റ്റ് കയറി നമ്മളെ കുറ്റപ്പെടുത്തി, നമ്മളെ കോർണർ ചെയ്ത് നമ്മളെ
തകർത്ത് കളയും, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തിക്കളയുന്നത്. നമുക്കറിയാം ആത്മീയമായിട്ട് ഞാൻ വളരുന്നുണ്ടോ, വിശുദ്ധിയിൽ വളരുന്നുണ്ടോ. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധം, ഒരു വ്യക്തിയുമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നമ്മൾ ഈ ചർച്ചിലേക്ക് വന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര വീറും വാശിയോടെയും തീയോടെ ഉള്ളിൽ ഭയങ്കര തീയായിട്ടാണ് വരുന്നത്. നമ്മൾ എല്ലാ വചനവും കേൾക്കും അല്ലേ, ഓൺലൈൻ വചനം കേൾക്കും, ചർച്ചിലുള്ളത് കേൾക്കും. അപ്പോൾ വേറൊരു ബ്രദറിന് അപ്പുറത്തെ ചർച്ചിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകും. അന്നേരം നമ്മുടെ ചർച്ച പ്രത്യേകം പോകരുത്, വിലക്കും. അപ്പോൾ നമ്മൾ പാത്ത് പോയി കേൾക്കും അല്ലേ. അവസാനം കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കും. അവസാനം നമുക്കൊരു മോഡൽ പാസ്റ്റർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഇല്ലേ, ഒരു മോഡൽ, മാതൃകാ പാസ്റ്റർ. എന്നിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്നറിയോ, ഈ പാസ്റ്റർ പറയുന്നതാ എല്ലാം ശരി, ഈ പാസ്റ്റർ പഠിപ്പിക്കുന്നതാ എല്ലാം ശരി, ഈ പാസ്റ്ററിൻ്റെ പുസ്തകം നമ്മൾ വായിക്കും, ഈ പാസ്റ്ററിൻ്റെ CD നമ്മൾ വിൽക്കും, പാസ്റ്റർ പുസ്തകം എഴുതുന്നില്ല നമ്മൾ എഴുതിപ്പിക്കും, പാസ്റ്റർ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് വായിക്കും. നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് കിട്ടിയ ദൈവദാസന്മാർ ഞങ്ങൾ ആരും തന്നിലേക്ക് അടുപ്പിച്ചില്ല പ്രിയരെ, തന്നിലേക്ക് അടുപ്പിച്ചില്ല. അവരടുപ്പിച്ചത് ഞങ്ങളെ കർത്താവെങ്കിലേക്കാണ്, ദൈവവചനത്തിങ്കിലേക്കാണ്. ഹല്ലേലൂയ. ശരിക്കും അതാ നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. കാരണം ദൈവവുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും ദൈവവചനത്താലുള്ള ഒരു ബലവും നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിച്ചെങ്കിലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ നേരത്തെ പാട്ട് പാടിയ പോലെ കൂടുകളൊക്കെ കൂട്ടി ഇളക്കുന്ന ആ സമയത്ത് കേട്ടല്ലോ, ഇവരാരും നമ്മുടെ കൂടെ കാണത്തില്ല. ബലത്തോടെ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു ട്രൂ റിലേഷൻഷിപ്പും വചനത്താൽ വ്യാപരിക്കുന്ന ഒരു ബലവും നമ്മുടെ ഉള്ളങ്ങളിലുണ്ടായിരിക്കണം. അത് നമ്മളെ നിർത്തും. ഈ സോക്കോൾഡ് ആരും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആരോട് ചേരുവാനാണ് സ്നാനമേറ്റത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് there is no teacher greater than Christ. No preacher is greater than Christ. ഒരു ഹ്യൂമൻ ടീച്ചറും കർത്താവിനേക്കാൾ വലുതല്ല. ഒന്ന് ഓർത്തോണം. രണ്ട്, ഒരു പുസ്തകവും ഈ വേദപുസ്തകത്തെക്കാൾ ഗ്രേറ്റസ്റ്റ് അല്ല. ഓർത്തോണം. ഏത് പുസ്തകവും നിങ്ങൾ വായിച്ചു, പക്ഷേ നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ബൈബിൾ. വേദപുസ്തകത്തെ മാറ്റിവെച്ച് ഒരു പുസ്തകവും വായിക്കരുത്. കാരണം ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന സമയത്തും ഇതിനേക്കാൾ വലിയൊരു പുസ്തകം ഇനി ഉണ്ടാകാൻ പോകുന്നു. കാരണം ഭൂമി മാറിപ്പോയാലും ആകാശം നീങ്ങിപ്പോയാലും മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനമാണ്. ഹല്ലേലൂയ. ഇതിനേക്കാൾ വലിയൊരു പുസ്തകവും ഇല്ല. 3, നോ ഡോക്ട്രിൻസ് ആർ ഗ്രേറ്റർ ദാൻ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെന്ന ഉപദേശകനേക്കാൾ വലിയ ഒരു ഉപദേശവുമില്ല. ഹല്ലേലൂയ. ഇഷ്ടം പോലെ ഡോക്ട്രിൻസ് ഉണ്ട്. വചനവുമായിട്ട് നമുക്ക് പൂർണ്ണമായ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, കർത്താവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എൻ്റെ പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മളോട് ഡിക്റ്റേറ്റ് ചെയ്തു തരും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം അതിൻ്റെ ആ ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിലാണെന്ന് അല്ലേ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരും. ഒരു ഹ്യൂമൻ ടീച്ചറോ ഒരു ഹ്യൂമൻ പ്രീച്ചറോ നമ്മൾ അവരുടെ പുറകെ പോയാൽ നമ്മുടെ ബോധം പോകുകയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതിനറിയോ, അവൻ നിങ്ങളെ മയക്കുന്നവനല്ല. ഹല്ലേലൂയ. അവൻ നിങ്ങളെ
എൻലൈറ്റ് ചെയ്യുന്നവനാ, അവൻ നിങ്ങളെ എനേബിൾ ചെയ്യുന്നവനാ, അവൻ നിങ്ങളെ എംപവർ ചെയ്യുന്നവനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമുക്ക് സുബോധത്തിൻ്റെയും അല്ലേ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വന്ന് ഹല്ലേലൂയ, നമ്മളെ സുബോധത്തിലേക്ക് കൊണ്ടുവരുന്നവനാ, നമ്മുടെ ബോധത്തെ തെളിയിക്കുന്നവനാ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മളെ കഴിവുള്ളവരാക്കുന്നവനാ പരിശുദ്ധാത്മാവ്. എന്തിന് കഴിവുള്ളവരാക്കും? പാപത്തെ ജയിപ്പാൻ കഴിവുള്ളവരാക്കും. ഹല്ലേലൂയ. അങ്ങനെ പാപത്തെ ജയിക്കാൻ കഴിവുള്ളവരാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എംപവർ ചെയ്യാനും നമ്മളെ ചുമതലപ്പെടുത്താനും നമ്മളെ അയക്കാനും കഴിവുള്ളവനാ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ 7-ാമത്തെ അധ്യായത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ കേട്ടല്ലോ. ഹല്ലേലൂയ. കർത്താവ്, ഈ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട വിശുദ്ധ ജീവിതമെന്ന ആ ഫലം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഞാൻ എന്നെ ചില നിയമത്തിൻ്റെയൊക്കെ കീഴിലാക്കിയിട്ട് ഞാൻ വെറുതെ എൻ്റെ ക്രിസ്തീയ ജീവിതം ഒരു ചടങ്ങ് പോലെ ചെയ്തു തീർക്കുകയാണോ? ഫലമുണ്ടാവുന്നുണ്ടോ? വളർച്ച ഉണ്ടാവുന്നുണ്ടോ? ജീവനുണ്ടോ? ജീവനുള്ളത് എന്തും വളരും. ഈ ക്രിസ്തീയ ജീവിതം എൻ്റെ ജീവിതത്തിൽ ജീവനായിട്ടാണോ ഇരിക്കുന്നത്? എനിക്ക് ആ വിശുദ്ധിയിൽ വളരാൻ സാധിക്കുന്നുണ്ടോ കർത്താവേ? ഇല്ലെങ്കിൽ കർത്താവെ, ഇന്ന് കേട്ട വചനത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എവിടെയാണ് കർത്താവെ ഡീറെയിൽഡായി പോയിരിക്കുന്നത്? ഞാൻ എവിടെയാണ് കർത്താവെ പാളം തെറ്റിയിരിക്കുന്നത്? കർത്താവെ, ഞാൻ അങ്ങനെ പാളം തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ തിരികെ കൊണ്ടുവരുവാൻ അവിടുത്തേക്ക് കൃപയുണ്ടാകണമേ കർത്താവെ. അവിടുന്ന് ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുന്നവനല്ല, എരിയുന്ന തിരി കെടുത്തുന്നവനല്ല എന്ന് അറിയാം കർത്താവെ. അങ്ങനെ ചതഞ്ഞ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ കർത്താവെ അതിനെ ജീവിപ്പിക്കണമേ എന്ന് ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ എരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് അത് വീണ്ടും ദീപ്തമാക്കണമേ, തെളിയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ വിശുദ്ധി എന്ന ഫലം പ്രാപിച്ച് കർത്താവെ അവിടുത്തെ ക്രിസ്തു എന്ന തലയോളം ഞങ്ങൾക്ക് വളരുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തോടു കൂടെ നിത്യതയിൽ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവെ വിശുദ്ധിക്കായി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കണ്ണിനെ, ഞങ്ങളുടെ കൈകളെ, ഞങ്ങളുടെ കാലിനെ, ഞങ്ങളുടെ നാവിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ അധരങ്ങളെ കർത്താവെ ഞങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഹല്ലേലൂയ അവിടുത്തെ നാമം ഞങ്ങളുടെ ശരീരങ്ങളോട് മഹത്വപ്പെടുവാൻ കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. പിതാവായ ദൈവ